നമസ്കാരം. സകലമാന വാർത്തകളുമായി സകലമാന കേരളം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ ബേലൂർ മഗ്ന നീളുന്നു. ആന ബേലൂർ ഭാഗത്തേക്ക് നീങ്ങി. ആനയെ മയക്കുവെടി വെച്ചില്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ തിരികെ പോകാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ. കാട്ടാന ശല്യത്തിൽ നടപടി തേടി വയനാട്ടിൽ ഹർത്താൽ തുടരുന്നു. കണ്ണൂർ കൊട്ടിയൂരിൽ കമ്പിവേലിയിൽ കുടുങ്ങിയ കടുവയെ മയക്കുവെടി വെച്ചു. കടുവയെ കൂട്ടിലാക്കാൻ ശ്രമം തുടരുന്നു. കൃഷിയിടത്തിലെ കമ്പിവേലിയിൽ കടുവ കുടുങ്ങിയത് പുലർച്ചെ. ചിന്നക്കനാലിലും അച്ചൻകോവിലും കാട്ടാനപ്പേടി. പകൽ സമയത്തും ആനകളുടെ വിഹാരം. കൃഷിയിടത്തിലും നാശം. മതിയായ നഷ്ടപരിഹാരമില്ലെന്ന് കർഷകർ. കാസർഗോഡ് കുബന്നൂർ മാലിന്യ പ്ലാന്റിൽ തീപിടുത്തം. തീ കെടുത്തിയത് മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ. കാസർഗോട്ടെ എൻഡോസൾഫാൻ ഇരകൾക്ക് ആശ്വാസം. പുനരധിവാസ ഗ്രാമത്തിന്റെ 1ാം ഘട്ടം ഈ മാസം തുറക്കും. 4 ബഡ് സ്കൂളുകൾ MCRC നിലവാരത്തിലേക്ക്. വിശദമായ വാർത്തയിലേക്ക്. വയനാട് പയ്യമ്പിള്ളിയിൽ മധ്യവയസ്കനെ കൊലപ്പെടുത്തിയ കാട്ടാന ബേലൂർ മഗ്നയെ പിടികൂടാനുള്ള ദൌത്യം 3ാം ദിനത്തിൽ തുടരുകയാണ്. ഇരുമ്പ് പാലത്തിന് സമീപത്ത് നിന്ന് ആന ബേലൂർ ഭാഗത്തേക്ക് മാറി. ആനയെ പിടികൂടിയില്ലെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തിരിച്ചയക്കില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. തിരുനെല്ലി പഞ്ചായത്തിൽ 3 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്ടിൽ വന്യജീവി ശല്യത്തിൽ പരിഹാരം തേടി കർഷക സംഘടനകളുടെ ഹർത്താൽ തുടരുകയാണ്. MS അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, ഈ ഓപ്പറേഷൻ ബേലൂർ മഗ്ന അത് നീളുകയാണല്ലോ. ഇപ്പോൾ എന്താണ് വനംവകുപ്പ് പറയുന്നത്? എവിടെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ? കഴിഞ്ഞ ദിവസം നടന്ന ദൌത്യത്തിന്റെ ഒരു ആവർത്തനം തന്നെയാണ് ഇന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം രാവിലെ ഈ ഇരുമ്പുപാലം ഭാഗത്ത് ഞാൻ നിൽക്കുന്ന സ്ഥലമാണ് തിരുനെല്ലി പഞ്ചായത്തിലെ 8, 9, 10 വാർഡുകളൊക്കെ ഉൾപ്പെടുന്ന സ്ഥലമാണ്. ഇവിടെയായിരുന്നു ആനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. അതാണ് ട്രാക്കറിൽ ലഭിച്ചത്. തുടർന്ന് ഉദ്യോഗസ്ഥ സംഘം ചെമ്പകപ്പാറ ഭാഗത്തു നിന്നും മണ്ണുണ്ടി ഭാഗത്തു നിന്നുമൊക്കെ ഇവിടേക്ക് എത്തുകയും ഇവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് വീണ്ടും ഈ ആനയുടെ അടുത്തേക്ക് പോകാനുള്ള ഒരു ശ്രമം ആരംഭിച്ചത്. പക്ഷേ ആന ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു. ഏതാണ്ട് 400 മീറ്റർ അടുത്ത് വരെ ആനയുടെ അടുത്തെത്തി വെടിവെക്കാനുള്ള ഒരു അവസാനവട്ട ക്രമീകരണങ്ങളിലേക്ക് നീങ്ങിയതാണ്. ആ സമയത്താണ് വീണ്ടും അവിടെ നിന്നും മറ്റൊരിടത്തേക്ക് ഏതാണ്ട് 1 കിലോമീറ്ററോളം ദൂരത്തേക്ക് ആന മാറിയിരിക്കുന്നത്. നിലവിൽ മണ്ണുണ്ടി, ചെമ്പകപ്പാറ, ഇരുമ്പുപാലം എന്നീ മേഖലകളിൽ തന്നെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആന തങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാര്യമായൊരു പുരോഗതി പിന്നീട് ഉണ്ടായില്ല. ശരവേഗത്തിൽ മുൻപ് ഒക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെ ആന പെട്ടെന്ന് സ്ഥലത്ത് നിന്നും മാറിയ ഒരു സാഹചര്യമാണുള്ളത്. അങ്ങേയറ്റം ആളുകൾക്ക് നിരാശാജനകമായ ഒരു വാർത്ത തന്നെ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം രാവിലെ ആനയെ ഇരുമ്പുപാലം ഭാഗത്ത് സിഗ്നൽ ലഭിച്ചപ്പോൾ സമീപത്തേക്ക് എത്തുകയും അല്പസമയത്തിനുള്ളിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായി വെടിവെപ്പ് നടക്കുമെന്നും പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ആ പ്രതീക്ഷകൾ അസ്ഥാനത്തായി മാറിയിരിക്കുന്നു. ആളുകൾ അങ്ങേയറ്റം നിരാശരാണ്. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ജോലിക്ക് പോലും പോകാൻ കഴിയാതെ ആളുകൾ നിൽക്കുകയാണ്. കാട്ടിൽ പോയി വിറക് ശേഖരിക്കുന്നതിനോ അല്ലെങ്കിൽ ഈ കന്നുകാലികളെ മേയ്ക്കുന്നവർ അവർക്കുള്ള പുല്ല് ശേഖരിക്കുന്നതിനോ പോലും നടക്കുന്നില്ല. സ്കൂളുകൾ ഏതാനും ദിവസങ്ങളായി തന്നെ അടഞ്ഞുകിടക്കുന്നു. കുട്ടികൾക്ക് ഉച്ചഭക്ഷണം പോലും ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ആളുകളുടെ ജീവിത സന്താന മാർഗങ്ങൾ മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു. അത്തരത്തിൽ എല്ലാ രീതിയിലും ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. ജോലിക്ക് പോകാൻ കഴിയാതെ വരുന്നു. സ്കൂളുകൾക്ക് പഠനം ഇല്ലാതെ വരുന്നു. അതെ, വലിയൊരു ആശങ്കയിലാണ് ഇപ്പം ഇവിടെ ജനങ്ങളുള്ളത്. ഇപ്പം ആന നിൽക്കുന്നിടത്ത് നിന്ന് ഒരു 100 മീറ്റർ അകലെ പോയാൽ ബേഗൂർ കോളനിയാണ്. 10-300ഓളം ആൾക്കാർ താമസിക്കുന്ന ഏരിയയാണ്. അവിടുന്ന് നേരെ ഈ മെയിൻ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനവാസ കേന്ദ്രങ്ങളാണ്. അതായത് കൊട്ടിയൂർ, കാരമാട് കോളനി, ബാഗേരി, ചേകാടി പ്രദേശങ്ങൾ 24 മണിക്കൂറും ജനങ്ങൾ സഞ്ചരിക്കുന്ന പ്രദേശമാണ്. ആ പ്രദേശത്തേക്ക് ആന എത്തിയാൽ വലിയ രൂപത്തിലുള്ള അപാകതയിലേക്ക് കാര്യങ്ങൾ എത്തും. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയ രൂപത്തിലുള്ള ആശങ്കയിലാണ് ഉള്ളത്. ഇപ്പൊ രാവിലെ ഏതാണ്ട് അടുത്തെത്തിയതാണല്ലേ? പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ അടുത്തെത്തുന്ന ഷൂട്ട് ചെയ്യാറാവുമ്പോഴും ആന അടുത്ത സ്ഥലത്ത് പോവാണ്. ഇപ്പം ഷൂട്ട് ചെയ്യാൻ ഇപ്പം പെട്ടെന്ന് മണിക്കുവെടി വെക്കാന്ന് പറയും. പക്ഷെ കുറച്ച് കഴിയുമ്പം ആന മാറിപ്പോയി എന്നാണ്. ഇപ്പം 4ാമത്തെ ദിവസമാണ് ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾ വളരെ വലിയ രൂപത്തിൽ ആശങ്കയിലേക്ക് പോകും. ജനങ്ങൾ വയലന്റ് ആവും. അതിൽ ഒരു തർക്കവുമില്ല. ഫോറസ്റ്റ് അധികൃതർ എത്രയും പെട്ടെന്ന് ഇതിനെ പിടിക്കണം എന്നുള്ളത് തന്നെയാണ്
ഈ ജനങ്ങൾ എന്ത് ചെയ്യും? ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, കുട്ടികൾക്ക് സ്കൂളിൽ പോകാത്തതുകൊണ്ട് ഉച്ചഭക്ഷണം പോലും ലഭിക്കുന്നില്ല എന്ന് പലയിടത്തുനിന്നും പുറത്തു വരുന്നുണ്ട് വിവരങ്ങൾ. കന്നുകാലികളെ മേയ്ക്കുന്നവർക്ക് അവർക്ക് തീറ്റ ശേഖരിക്കാൻ പോകാൻ പറ്റുന്നില്ല. എല്ലാ തരത്തിലും ഈ മേഖല സ്തംഭിച്ചു നിൽക്കുകയാണ്. ഒന്ന് ഏറ്റവും പിന്നോക്കമായി നിൽക്കുന്ന ആളുകളുള്ള സ്ഥലമാണ്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് തിരുനെല്ലി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആദിവാസികളും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളും തിങ്ങിപ്പാർക്കുന്ന ഒരു പഞ്ചായത്താണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഇപ്പോൾ ഒരു കാർഷിക വിളവെടുപ്പ് നടക്കുന്ന സമയം, കാപ്പി പറയും മുളക് പറയൊക്കെ. അതുകൊണ്ട് തന്നെ ആർക്കും പണിക്ക് പോകാൻ കഴിയാത്തത് കോളനി പ്രദേശങ്ങളിൽ വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാലയങ്ങൾ തുടർച്ചയായി 3 ദിവസം അടഞ്ഞു കിടക്കുകയാണ്. നാളെയും ഇതേ സാഹചര്യമാണെങ്കിൽ അടച്ചിടേണ്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തിരുനെല്ലി പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്ഥാനങ്ങൾ 3ാമത്തെ ദിവസം പൂർണ്ണമായി അടച്ചിടുകയാണ്. വലിയ ആശങ്ക ആളുകൾക്കിടയിലുണ്ട്. ഇന്നലെ പിടിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഈ ആന വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന സ്ഥിതിയുണ്ട്. കാടുകളിൽ അത്യാവശ്യം നല്ല മുൾക്കാടുകൾ ഉള്ളതുകൊണ്ട് തന്നെ കുങ്കിയാനയുടെ പുറത്ത് കയറിയിട്ടാണ് പോകാൻ വേണ്ടി കഴിയുന്നത്. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ഒരു തവണ പിടിച്ചൊരു അനുഭവം ഉള്ളത് കൊണ്ട് ആന പതുക്കെ ഉള്ളിലേക്ക് വലിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്ന് തന്നെ പിടിക്കാൻ കഴിയുന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ളത്. ഇല്ലെങ്കിൽ വലിയ രൂപത്തിലുള്ള പ്രയാസം നമുക്കുണ്ടാവും. ഈ ജനങ്ങൾ ഇപ്പോൾ തന്നെ പ്രതിഷേധത്തിലാണ്. അവർ ഈ ഉദ്യോഗസ്ഥരെ പോലും പുറത്തേക്ക് വിടില്ല, ഇന്നും കൂടെ പിടിച്ചില്ലെങ്കിൽ എന്നാണ്. തീർച്ചയായും ആ രൂപത്തിലേക്കുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് എത്തിയെങ്കിലും. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ 4 ദിവസമായി തുടർച്ചയായി ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ വിദ്യാലയങ്ങളായാലും ഇവിടെപ്പെട്ട സാധാരണപ്പെട്ട ആളുകളാണ്. അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്ന ഒരു സ്ഥിതിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവര് ഒരു പട്ടിണിയിലേക്ക് പോകുന്ന സ്ഥിതിയിൽ ഇവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നും ആനയെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കടുത്ത പ്രക്ഷോഭത്തിലേക്ക് പോകുന്നത് തന്നെയാണ് സൂചിപ്പിക്കുക. അതാണ് അവസ്ഥ. കാരണം നിലവിൽ ഇന്ന് ജില്ലയിൽ ഹർത്താലാണ്. ജില്ലയുടെ എല്ലാ മേഖലകളിലും ഹർത്താൽ പൂർണ്ണ വിജയമായി, അല്ലെങ്കിൽ വാഹനങ്ങൾ ഓടാതിരിക്കുകയും കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അജീഷിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരത്തിന്റെ ആദ്യ ഗഡു 10 ലക്ഷം രൂപ നൽകിയെങ്കിലും ബാക്കി പണം കൂടി നൽകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഒപ്പം ഈ ശാശ്വതമായ ഒരു പരിഹാരം ഈ വിഷയത്തിൽ വേണമെന്ന അവരുടെ ആവശ്യവും ന്യായമാണ്. കാരണം ഈ ആന റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ്. കർണാടകത്തിൽ നിന്നും കേരളത്തിലേക്ക് പോരുമ്പോഴും ആ റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയുടെ സിഗ്നലുകൾ എന്തുകൊണ്ട് ലഭ്യമാക്കിയില്ല, അല്ലെങ്കിൽ സമയബന്ധിതമായി ഇതെന്തുകൊണ്ട് ലഭ്യമാക്കിയില്ല, അല്ലെങ്കിൽ ആനയുടെ സാന്നിധ്യം മാനന്തവാടിയിൽ അറിഞ്ഞപ്പോൾ തന്നെ എന്തുകൊണ്ട് വനംവകുപ്പ് ഇപ്പോൾ ചെയ്യുന്ന രീതിയിലുള്ള ഉച്ചഭാഷണികൾ വഴിയുള്ള അറിയിപ്പുകളും മറ്റും കൃത്യസമയത്ത് നൽകിയില്ല. അങ്ങനെ നൽകിയിരുന്നെങ്കിൽ ഇത്തരമൊരു മരണം ഒഴിവാക്കാൻ കഴിയുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ 10, 20, 30 കൊല്ലത്തെ കണക്ക് പരിശോധിച്ചാൽ ഈ തിരുനെല്ലി പഞ്ചായത്തിൽ മാത്രം 86 പേരാണ് ഈ വിവിധ വന്യമൃഗങ്ങളുടെ ശല്യം മൂലം ജീവൻ നഷ്ടപ്പെടേണ്ടി വന്ന സാഹചര്യം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു കൃത്യമായ പോംവഴി വേണം എന്നാണ് ഇത്തവണ വയനാട്ടുകാർ പറയുന്നത്. അതിന്റെ എന്തായാലും ഓപ്പറേഷൻ വേലൂർ മക്കിന് നീളുകയാണ്. ഒരു വലിയ പ്രദേശം ഈ ആനയെ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന് പിന്നാലെ തന്നെ കൂടിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് വയനാട്ടിൽ നിലവിലുള്ളത് എന്നുള്ളതാണ്. ഹർത്താൽ വിജയകരമായി ഇപ്പോൾ മുന്നേറുകയാണ് എന്നുള്ളതാണ്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് കർഷക സംഘടനകൾ വയനാട്ടിൽ ആഹ്വാനം ചെയ്ത ഹർത്താലുള്ളത്. അവിടെ നിന്നും അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ പന്നിയാമലയിൽ കമ്പിവേലിയിൽ കുടുങ്ങിയ കടുവയെ മയക്കുവെടി വെച്ചിരിക്കുകയാണ്. പന്നിയാമലയിലെ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലാണ് കടുവ കുടുങ്ങിയത്. വനംവകുപ്പിന്റെ മണത്തണ സെക്ഷന് കീഴിലുള്ള പ്രദേശത്താണ് സംഭവം നടന്നത്. വനപാലകരുടെ നേതൃത്വത്തിലുള്ള RRT സംഘം സ്ഥലത്തെത്തി കടുവയെ മയക്കുവെടി വെക്കുകയായിരുന്നു. കൂട്ടിലാക്കാനുള്ള ശ്രമം തുടരുകയാണ്. വയനാട്ടിൽ മാത്രമല്ല, ചിന്നക്കനാലിലും ഇതേ അവസ്ഥയാണ്. ചിന്നക്കനാലിൽ ജനവാസ മേഖലയിൽ പകൽ സമയത്ത് പോലും കാട്ടാന സാന്നിധ്യം പതിവാവുകയാണ്. മോൺഫോർട്ട് സ്കൂളിന് സമീപത്തും റോഡിലും കഴിഞ്ഞ ദിവസം ആന എത്തി. പകൽ സമയത്ത് പോലും ഈ ജനവാസ മേഖലയിൽ ഇങ്ങനെ കാട്ടാനകൾ എത്തുന്നത് വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. അവിടെ സ്കൂളിന് സമീപം കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് മുറിവാലൻ എത്തിയത്. സമീപത്തെ റോഡിലും കൃഷിയിടങ്ങളിലൂടെയും ആന ഇറങ്ങി. ചക്കക്കൊമ്പനും ജനവാസ മേഖലയിൽ ഇറങ്ങുന്നുണ്ട്. BL റാം മേഖലയിലാണ് ചക്കക്കൊമ്പൻ എത്തുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഒറ്റയാന്മാർ പകൽ സമയത്തും ജനവാസ മേഖലയിൽ തമ്പടിക്കുകയാണ്. പറമ്പിന്റെ അറ്റത്ത് എവിടെയാണ് ഒച്ചവെക്കണ? കൊല്ലം അച്ചൻകോവിലിലും കാട്ടാന ശല്യത്തിൽ പ്രദേശവാസികൾ വലിയ ബുദ്ധിമുട്ടിലാണ്. പള്ളിവാസലിലെ കൃഷിയിടങ്ങളിൽ കാട്ടാന വലിയ നാശമുണ്ടാക്കി. തെങ്ങും കവുങ്ങും ഉൾപ്പെടെ കാർഷിക വിളകൾ പൂർണ്ണമായും കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാട്ടാന നശിപ്പിച്ചു. പള്ളിവാസലിലെ കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുന്നില്ല എന്ന പരാതിയുമുണ്ട്. അച്ചൻകോവിൽ പള്ളിവാസൽ എന്ന സ്ഥലത്ത് ജനവാസ മേഖലയിൽ കഴിഞ്ഞ രാത്രിയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി കർഷകർക്ക് വളരെയധികം നാശം വരുത്തിവെച്ചു. ഇവിടുത്തെ പ്രധാന കാരണം 10-60 വർഷക്കാലം കൃഷി ഉപജീവനമാർഗമായി ജീവിക്കുന്ന സാധുക്കൾക്ക്
വന്യമൃഗത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് ഒരു ഫെൻസിങ്ങോ ട്രെഞ്ച് കുഴിക്കുകയോ അവരെ സംരക്ഷിക്കേണ്ട യാതൊരു വിധമായ കാര്യങ്ങളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. ഇവിടെ ഇന്നലെ ഏതെങ്കിലും രീതിയിൽ കർഷക കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ജീവൻ ഇവിടെ പൊലിയാനുള്ള സാധ്യതയുണ്ടായി. ദൈവാനുഗ്രഹം കൊണ്ട് ആരും ഇവിടെ ഇല്ലാതിരുന്നു. ഈ പ്രദേശം മൊത്തവും വെളുപ്പിച്ച് ആന കടന്നുപോയിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ DFOയും വനമന്ത്രിയുമായി ഡയറക്റ്റ് അവർക്ക് നിവേദനങ്ങൾ കൊടുക്കുകയും അർഹമായ നഷ്ടപരിഹാരം നൽകി ഈ സാധുക്കൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യണമെന്ന് അവരോട് അഭ്യർത്ഥിക്കുകയുമാണ് ചെയ്യുന്നത്. വീണ്ടും നമ്മളൊരു ആന വാർത്തയിലേക്ക് തന്നെയാണ്, പക്ഷേ അത് കാട്ടാനയല്ല. മലപ്പുറം ചങ്ങരംകുളം ചിറവല്ലൂർ നേർച്ചയ്ക്കിടെ ആന ഇടഞ്ഞു. ആനപ്പുറത്ത് നിന്ന് വീണ ഒരാൾക്ക് പരിക്കേറ്റു. പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. ഉള്ളിട്ട് കണ്ണൻ എന്ന ആനയാണ് ഇടഞ്ഞത്. 1 മണിക്കൂറിന് ശേഷം പാപ്പാന്മാർ ആനയെ തളച്ചു. മറ്റു വാർത്തകളിലേക്ക് പോകാം. സ്ത്രീ വയോജന ഭിന്നശേഷി പദ്ധതികൾക്ക് ഊന്നൽ നൽകി ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 വാർഷിക ബജറ്റ്. 47.97 കോടി രൂപ വരവും 47.83 കോടി രൂപ ചെലവും 13.8 ലക്ഷം രൂപ നീക്കിയിരിപ്പും വരുന്ന ബജറ്റാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AM ബിനു അവതരിപ്പിച്ചത്. ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ അധ്യക്ഷനായിരുന്നു. കാസർഗോഡ് മഞ്ചേശ്വരം താലൂക്കിൽ ഇച്ചിലങ്ങോട്ട് വില്ലേജിലെ കുമ്പണൂർ മാലിന്യ പ്ലാന്റിൽ തീപിടുത്തമുണ്ടായി. ഉപ്പള, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ ഫയർ സ്റ്റേഷനുകളിലെ അഗ്നിശമന സേന എത്തിയാണ് തീയണച്ചത്. അടുത്തടുത്തുള്ള 2 പ്ലാന്റുകളിലാണ് തീപിടുത്തമുണ്ടായത്. ആളപായമില്ല. ഇനി കാസർഗോട്ടേക്ക് പോകാം. കാസർഗോഡ് എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം ഒരുങ്ങുകയാണ്. പദ്ധതിയുടെ 1ാം ഘട്ടം പൂർത്തിയായിരിക്കുകയാണ്. ഫെബ്രുവരി അവസാന വാരത്തോടെ കേന്ദ്രം തുറന്നുകൊടുക്കും. ജില്ലയിലെ 4 ബഡ് സ്കൂളുകൾ MCRC നിലവാരത്തിലേക്ക് ഉയർത്താനും തീരുമാനമായിട്ടുണ്ട്. കാസർഗോട്ടെ എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമ പദ്ധതിയുടെ 1ാം ഘട്ടം പൂർത്തിയായി. 2022 മെയ് മാസത്തിൽ നിർമ്മാണത്തിന് തുടക്കമിട്ട പദ്ധതിക്ക് 4,89 ലക്ഷം രൂപയുടെ ഭരണാനുമതിയും 4,45 ലക്ഷം രൂപയുടെ സാങ്കേതികാനുമതിയുമാണ് അനുവദിച്ചിരുന്നത്. 25 ഏക്കർ സ്ഥലത്താണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. ക്ലിനിക്കൽ സൈക്കോളജി ബ്ലോക്ക്, കൺസൾട്ടിംഗ് ആൻഡ് ഹൈഡ്രോളജി ബ്ലോക്ക് എന്നിവയാണ് പുനരധിവാസ ഗ്രാമ പദ്ധതിയിൽ 1ാം ഘട്ടത്തിൽ തുറന്നുകൊടുക്കുക. ഫെബ്രുവരി അവസാന വാരത്തോടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. 25 ഏക്കർ സ്ഥലവും ഇതിനായിട്ട് ലഭ്യമാക്കി. ഞാൻ ചാർജ് എടുത്ത ശേഷം മുറിയാത്ത സ്ഥലം സന്ദർശിക്കുമ്പോൾ അതൊരു മുട്ടക്കുന്നായിരുന്നു. ഇപ്പോൾ നമുക്കത് പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യഘട്ടം ഹൈഡ്രോതെറാപ്പി യൂണിറ്റും ക്ലിനിക്കൽ സൈക്കോളജി ബ്ലോക്കുമാണ് പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിത പ്രദേശങ്ങളിലെ 10 പഞ്ചായത്തുകളിൽ നിലവിലുള്ള ബഡ് സ്കൂളുകളെ MCRCകളായി ഉയർത്തുകയാണ്. 5 ബെഡ്റൂമുള്ള 4 വാർഡുകൾ, ഭിന്നശേഷിക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ടോയ്ലറ്റ്, പൂന്തോട്ടം മുതലായവയാണ് ഫോസ്റ്റർ കെയർ ഹോമിൽ ആദ്യഘട്ടത്തിൽ ഒരുക്കുക. കൂടാതെ അടുക്കള, റിക്രിയേഷൻ റൂം, ലൈബ്രറി, വൊക്കേഷണൽ ഫെസിലിറ്റി, ഫിസിയോതെറാപ്പി സെന്റർ, ജോബ് കോച്ച് സെന്റർ എന്നിവയും സജ്ജമാക്കും. പുനരധിവാസ ഗ്രാമത്തിന്റെ പ്രവർത്തനത്തിനുള്ള ദൈനംദിന ഫണ്ടിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതികളെയും വിവിധ സ്ഥാപനങ്ങളുടെ CSR ഫണ്ടുകളെയും ഉപയോഗപ്പെടുത്തും. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നിർമ്മാണം ഏറ്റെടുത്ത് പൂർത്തീകരിച്ചത്. ന്യൂസ് 18 കാസർഗോഡ്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഒരിടവേളയ്ക്ക് ശേഷം. സമ്മേളനം ഇന്ന് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോടാണ് സംസ്ഥാന സമ്മേളനം. ഇന്ന് രാവിലെ 8 മുതൽ രാത്രി 8 വരെ കടയടപ്പ് സമരം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ് സമരത്തിന് ആഹ്വാനം ചെയ്തത്. ഒരു വിഭാഗം വ്യാപാരികൾ സമരത്തിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്.
ബിജെപിയുടെ നവീകരിച്ച സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പാലുകാച്ചി. മരാർജി ഭവന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പിന്നീട്. കെ സുരേന്ദ്രൻ, കുമ്മനം രാജശേഖരൻ തുടങ്ങിയവർ. വീണ്ടും വാർത്തയിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായുള്ള കലശ ചടങ്ങുകൾക്ക് തുടക്കം. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ആചാര്യവരണം, ഗണപതി പൂജ, മുളയിടൽ എന്നിവ നടക്കും. ദീപാരാധനയ്ക്ക് ശേഷം ദർശന നിയന്ത്രണവും ഉണ്ടാകും. 19-നാണ് തത്വകലശം നടക്കുക. ഫെബ്രുവരി 20-ന് സഹസ്രകലശവും ബ്രഹ്മകലശവും നടക്കും. അന്ന് കലശ ചടങ്ങുകൾ പൂർത്തിയാകും. കലശ ദിനങ്ങളിൽ ദർശനത്തിന് വടക്കേ നടയിലൂടെയാകും നാലമ്പലത്തിലേക്കും പുറത്തേക്കും ഭക്തരെ കടത്തിവിടുക. കലശം, ഉത്സവം എന്നിവയുമായി ബന്ധപ്പെട്ട് ഇന്നു മുതൽ മാർച്ച് 1 വരെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നാലമ്പലത്തിൽ പ്രവേശനമുണ്ടാകില്ല. ഗുരുവായൂർ ഗജരത്നം പത്മനാഭന്റെ 4ാം അനുസ്മരണം നടന്നു. ഗുരുവായൂർ ആനക്കോട്ടയിൽ നിന്നെത്തിയ ഗജവീരന്മാരായ ഗോകുൽ, ഗോപി, കണ്ണൻ, ഗജേന്ദ്ര, ദേവദാസ്, ദേവി എന്നീ ആനകൾ എത്തിയാണ് പത്മനാഭന് ആദരവ് നൽകി അനുസ്മരിച്ചത്. ദേവസ്വം ചെയർമാൻ VK വിജയൻ ഭദ്രദീപം തെളിയിച്ച ശേഷം പത്മനാഭന് മുന്നിൽ പുഷ്പചക്രം സമർപ്പിച്ച് പുഷ്പാർച്ചന നടത്തി. അതിനുശേഷം ആനക്കോട്ടയിലെ ആനകൾ തുമ്പിക്കൈ ഉയർത്തി പത്മനാഭന് പ്രണാമം അർപ്പിച്ചു. ഗുരുവായൂരപ്പന് കെടേശമാലകൾ വഴിപാടായി സമർപ്പിച്ച് പാലക്കാട് മേലാർക്കോട് വടക്കേ ഗ്രാമം വൈദ്യർമഠം MK വൈദ്യനാഥൻ. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ കേടേശമാലകൾ ഏറ്റുവാങ്ങി. ദേവസ്വം ഭരണസമിതി അംഗങ്ങളും പങ്കെടുത്തു. ബലരാമൻ വേഷങ്ങൾക്ക് തലമുടിയിൽ ചാർത്തുന്നതാണ് കേടേശമാലകൾ. കൃഷ്ണനാട്ടത്തിലും ഉപയോഗിക്കും. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് കപ്പലിടിച്ച് മറിഞ്ഞ പൂന്തുറ സ്വദേശികളുടെ വള്ളം കണ്ടെത്തി. ഉൾക്കടലിൽ വെച്ച് അജ്ഞാത ചരക്ക് കപ്പലിടിച്ചുണ്ടായ അപകടത്തിൽപ്പെട്ട വള്ളമാണ് കണ്ടെത്തിയത്. പെരുമാതുറ മുതലപ്പുഴ തീരത്ത് നിന്ന് 20 നോട്ടിക്കൽ മൈൽ അകലെ ഉൾക്കടലിൽ നിന്നാണ് കമഴ്ന്ന നിലയിൽ വള്ളം കണ്ടെത്തിയത്. ഫിഷറീസ് വകുപ്പിന്റെ മറൈൻ എൻഫോഴ്സ്മെന്റും വിഴിഞ്ഞം കോസ്റ്റൽ പോലീസും ഉൾപ്പെട്ട സംഘമാണ് തെരച്ചിൽ നടത്തിയത്. ശനിയാഴ്ച രാവിലെ വിഴിഞ്ഞം തീരത്ത് നിന്ന് 19 നോട്ടിക്കൽ മൈൽ അകലെ ആഴക്കടലിലായിരുന്നു അപകടം. വള്ളത്തിലുണ്ടായിരുന്ന പൂന്തുറ സ്വദേശികളെ മറ്റ് വള്ളത്തിലെത്തിയ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തിയിരുന്നു. കൊട്ടാരക്കര ഇഞ്ചക്കാട് ജംഗ്ഷനിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. സ്കൂട്ടർ യാത്രക്കാരനായ കുളത്തുപുഴ സ്വദേശി ജെയിംസ് ആണ് മരിച്ചത്. സ്കൂട്ടറിന് പിന്നിലിരുന്ന 50 വയസ്സുകാരൻ അയ്യപ്പനെ ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കോട്ടയം ഭാഗത്തു നിന്ന് വന്ന കാർ അമിത വേഗതയിൽ സ്കൂട്ടറിലിടിച്ചാണ് അപകടമുണ്ടായത്. സ്കൂട്ടറിൽ കെട്ടിട നിർമ്മാണ ജോലിക്കായി പോവുകയായിരുന്നു ഇരുവരും. അപകടത്തിൽപ്പെട്ട സ്കൂട്ടർ യാത്രികരെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജെയിംസിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. സ്വന്തം നാട്ടിലെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ റിപ്പോർട്ടർമാർക്കൊപ്പം സെലിബ്രിറ്റികളുമുണ്ട്. കലാ, സാംസ്കാരിക, സിനിമ, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖ റിപ്പോർട്ടർമാരായി നിങ്ങളിലേക്ക് എത്തുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതിയാണ് കേരളത്തിലെ പല ടൂറിസം കേന്ദ്രങ്ങളെയും പിന്നോട്ടടുപ്പിക്കുന്നത്. മതിയായ റോഡ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളില്ലാത്തത് വിനോദസഞ്ചാരികളെ മാറ്റി നിർത്തുന്നു. ഇത്തരം പരിമിതികളെ മറികടക്കുന്ന ഒരു കാഴ്ചയാണിനി. പാല MLA മാണി സി കാപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പാലാ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആണ് ഇലവീഴ പൂഞ്ചിറയും ഇല്ലിക്കക്കല്ലും. വളരെയേറെ ടൂറിസത്തിന് സ്കോപ്പുള്ള, നാളുകളിൽ ടൂറിസം മാപ്പ് ഓഫ് ഇന്ത്യയിൽ വരാവുന്ന, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാറാൻ പോകുന്ന 2 സ്ഥലങ്ങളിലേക്കാണ്. 2 സ്ഥലങ്ങളാണ് ഇല്ലിക്കക്കല്ലും ഇലവീഴ പൂഞ്ചിറയും. അങ്ങോട്ടാണ് നമ്മുടെ യാത്ര. ഇത് ഇലവീഴ പൂഞ്ചിറയിലേക്കുള്ള റോഡിന്റെ തുടക്കമാണ്. 10-12 വർഷമായി പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത വളരെ ദയനീയമായ സ്ഥിതിയിൽ കിടന്ന 5.5 കിലോമീറ്റർ റോഡാണ് ഇന്ന് അന്താരാഷ്ട്ര ലെവലിൽ ടാർഗെറ്റപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഉപതെരഞ്ഞെടുപ്പിന് ഇവിടെ നിന്ന് മത്സരിച്ച് ജയിക്കുമ്പോൾ ആ ഘട്ടത്തിൽ ഇവിടെ നിന്നും 5.5 കിലോമീറ്റർ യാത്ര ചെയ്യുന്നതിന് ജീപ്പുകാർ വാങ്ങിച്ചിരുന്നത് 1500 രൂപയാണ്. പലരും കൂടി ഷെയർ ചെയ്താണ് അവർ യാത്ര ചെയ്തിരുന്നത്. അതിൽ നിന്നും മാറി ഒരു കല്ലിൽ നിന്ന് മറ്റേ കല്ലിലേക്ക് ചാടുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്, ഒരു കുഴിയിൽ നിന്ന് അടുത്ത കുഴിയിലേക്ക്. ആ റോഡ് ഇത്രയും ഭംഗിയായി വന്നു കഴിഞ്ഞു.
റോഡുകളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അവിടെ നോക്കിയാൽ മേലുകാവ് കാണാം. റോഡൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ ഇവിടെ? എവിടുന്നാ വരുന്നത് നിങ്ങളുടെ? കായംകുളം. ഇപ്പൊ എത്ര രാവിലെ തന്നെ എത്തി? ഇതെങ്ങനെയാ അതിനിങ്ങനെ ടൂറിസ്റ്റ് സ്റ്റേഷൻ വന്ന് വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ സിനിമ കണ്ടിട്ടാണ് ഈ സ്പോട്ടിൽ വന്നത്. അടിപൊളി സ്ഥലമാണ്. ഇതിനു മുമ്പിലേ വന്നിട്ടുണ്ടോ? ഇല്ല ആദ്യമായിട്ടാണ്. വൈപ്പിൻ, എറണാകുളം. പണി തുടങ്ങിയിട്ട് 10-12 വർഷമായിരുന്നു. 2019 നമുക്ക് നമ്മുടെ മാനസിക് 56 വന്ന പിന്നെയാണ് വഴി നല്ല രീതിയിൽ പണിത് എല്ലാ ടൂറിസ്റ്റുകൾക്കും വരാവുന്ന കണ്ടീഷനായി. ടൂറിസ്റ്റുകൾ വർഷം പോലെ വരുന്നുണ്ട്. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന കേരളത്തെ സംബന്ധിച്ച് ടൂറിസത്തിന് ഏക സാധ്യതയുള്ള ഒരു മേഖലയാണ്. പക്ഷെ അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടത്ര വികസിപ്പിച്ചെടുക്കുന്നുണ്ടോ എന്ന സംശയം എനിക്ക് ബാക്കിയുണ്ട്. ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള കേരളത്തിൻ്റെ ടൂറിസം മേഖല വികസിപ്പിച്ചെടുക്കാൻ ഗവൺമെൻറ് ശ്രമിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് 18 വേണ്ടി ജി ശ്രീജിത്തിനൊപ്പം മാണി സി കാപ്പൻ MLA. ഡൽഹി ചലോ മാർച്ചുമായി കർഷകർ മുന്നോട്ട് തന്നെ പോവുകയാണ്. മാർച്ച് പഞ്ചാബ് പോലീസ് തടഞ്ഞില്ല. ശംഭു അതിർത്തിയിൽ ഹരിയാന പോലീസ് കർഷകർക്ക് നേരെ ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ER രാകേഷ് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും. രാകേഷ്, എന്താണ് സംഭവിച്ചത്? അശ്വതി, ഡൽഹി ചലോ മാർച്ചുമായി കർഷകർ മുന്നോട്ട് തന്നെയാണ്. ഇന്ന് രാവിലെയാണ് കർഷകരുടെ ട്രാക്ടർ റാലി ആരംഭിച്ചത്. ഏതാണ്ട് 2500-ലധികം ട്രാക്ടറുകളുമായാണ് പഞ്ചാബിൽ നിന്ന് കർഷകർ ഡൽഹിയിലേക്ക് പുറപ്പെട്ടത്. എന്നാൽ പഞ്ചാബ് പോലീസ് അവരെ തടയുന്ന ഒരു സ്ഥിതിയായിരുന്നില്ല, പകരം അനുമതി നൽകുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഹരിയാന പോലീസ് ശംഭു അതിർത്തിയിൽ വെച്ച് ഈ കർഷകരെ തടയുകയും കർഷകർക്ക് നേരെ ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ അതിർത്തികളൊക്കെ തന്നെ പൂർണ്ണമായി അടച്ചിരിക്കുകയാണ്. അതായത് ഹരിയാന അതിർത്തികൾ അടച്ചിട്ടുണ്ട്, ഒപ്പം തന്നെ ഹരിയാനയിൽ നിന്ന് ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്ന അതിർത്തികളും അടച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ കർഷകർ ഡൽഹിയിലെത്തും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പ്രത്യേകിച്ച് 2020-ലുണ്ടായ കർഷക സമരത്തിൽ അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല ഡൽഹിയിലെ മെട്രോ സ്റ്റേഷനുകളുടെ പരിസരത്തൊക്കെ തന്നെ വലിയ സുരക്ഷയും ഒപ്പം തന്നെ കോൺക്രീറ്റ് ബാരിക്കേഡുകളും ഒക്കെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ അതിർത്തികളിലും സമാനമായ സാഹചര്യം തന്നെയാണ്. ഇരുമ്പ് കൊണ്ടുള്ള ബാരിക്കേഡുകൾ ഏതാണ്ട് 10-15 വെച്ചുകൊണ്ട് ഒരു തരത്തിലും കർഷകർ അതിർത്തി മറികടന്നുകൊണ്ട് ഡൽഹി ഭാഗത്തേക്ക് പ്രവേശിക്കരുതെന്ന നിലപാടിലാണ് പോലീസ്. ഒപ്പം തന്നെ ഡൽഹി അതിർത്തിയിലും കോൺക്രീറ്റ് ബാരിക്കേഡുകളൊക്കെ വെച്ചുകൊണ്ടാണ് കർഷകരെ തടയാനുള്ള സന്നാഹങ്ങൾ പോലീസ് ഒരുക്കുകയും ചെയ്തിട്ടുള്ളത്. മാത്രവുമല്ല മെട്രോകൾ എത്തിക്കൊണ്ട് പ്രതിഷേധിക്കാനുള്ള സാധ്യതയും പോലീസ് കണക്കുകൂട്ടുന്നുണ്ട്. ഇത് കണക്കിലെടുത്തുകൊണ്ട് കേന്ദ്രമന്ത്രിമാരുടെ വസതി സമീപത്തും മറ്റും വലിയ സുരക്ഷ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കർഷകർ വ്യക്തമാക്കുന്നത് സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല, ഡൽഹിയിൽ എത്തി സമരം ചെയ്യുമെന്ന നിലപാടിൽ തന്നെയാണ് കർഷകർ ഉറച്ചു നിൽക്കുന്നത്. 5 ആവശ്യങ്ങൾ അവർ പ്രധാനമായും ഉന്നയിക്കുകയും ചെയ്യുന്നു. അതായത് നേരത്തെ 2020-ൽ കർഷകർ സമരം ചെയ്തത് പ്രധാനപ്പെട്ട അവരുടെ ആവശ്യം കാർഷിക പരിഷ്കരണ നിയമങ്ങൾ പിൻവലിക്കണം, റദ്ദാക്കണമെന്നായിരുന്നു. പക്ഷേ വലിയ സമരത്തെ തുടർന്ന് അന്ന് അതിന് കേന്ദ്ര സർക്കാർ തയ്യാറായി. പക്ഷേ അന്ന് നൽകിയ പല വാഗ്ദാനങ്ങളും പാലിച്ചില്ല. പ്രത്യേകിച്ച് താങ്ങുവിലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള വാഗ്ദാനങ്ങൾ അത് പാലിക്കാൻ തയ്യാറായില്ല എന്നാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. താങ്ങുവിലയ്ക്ക് നിയമസംരക്ഷണം നൽകും എന്ന സർക്കാർ ഉറപ്പ് നൽകിയാണ്. പക്ഷേ പിന്നീട് സമരം പിൻവലിച്ചതിന് ശേഷം അത്തരം നടപടിയൊന്നും തന്നെ ഉണ്ടായില്ല. ഒപ്പം തന്നെ ആ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ കൈക്കൊണ്ട കേസുകളൊക്കെ പിൻവലിക്കണം, കാർഷിക കടങ്ങൾ എഴുതി തള്ളണം. ഇതിനു പുറമെ UP-യിലെ ലഖിംപൂർ ഖേരിയിൽ വെച്ച് കർഷകർക്ക് നേരെ കേന്ദ്രമന്ത്രിയുടെ മകൻ വാഹനമിടിച്ച് കയറ്റിയിരുന്നു. അപ്പോൾ ആ കേസിൽ നീതി ലഭിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് കർഷകർ ഉന്നയിക്കുന്നത്. നേരത്തെ തന്നെ ഇന്നലെ ഈ സമരം ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പീയൂഷ് ഗോയലും അർജുൻ മുണ്ടയും, കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയലും അർജുൻ മുണ്ടയും ചണ്ഡീഗഡിലെത്തി കർഷകരുമായി ചർച്ച നടത്തിയെന്നെങ്കിലും ചർച്ച പരാജയപ്പെടുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് സമരവുമായി മുന്നോട്ട് പോകും എന്ന് കർഷകർ വ്യക്തമാക്കുകയും ചെയ്തത്. ഏതായാലും വീണ്ടും ചർച്ചയ്ക്കുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അത്തരമൊരു പ്രതികരണങ്ങൾ കേന്ദ്രമന്ത്രിമാരുടെ ഭാഗത്തുനിന്നും വരുന്നുണ്ട്. ഏതായാലും കർഷകരെ തടയും എന്ന നിലപാടിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഇപ്പോൾ ശംഭു അതിർത്തിയിൽ അത് തന്നെയാണ് കണ്ടത്. ശരി, അതാണ് ഡൽഹി ചലോ മാർച്ച് മുന്നോട്ട് പോവുകയാണ് കർഷകർ. പക്ഷെ എങ്ങനെ ഡൽഹിയിലേക്ക് അവർ എത്തും എന്നുള്ളത് വരും മണിക്കൂറിലും പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും. ER രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. സകലമാന കേരളം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.